ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം തിങ്കളാഴ്ച തൊട്ട് നോമ്പ് തുടങ്ങുന്നത് കൊണ്ട് ഞായറാഴ്ച ഞങ്ങളങ്ങ് ആഘോഷിച്ചു. എന്തായിരുന്നു, നല്ല സൂപ്പർ പോത്തും കപ്പ വേവിച്ചതും ബീട്രൂട്ട് കറി മതിയല്ലോ, ഒരുപാട് കറിയുടെ ആവശ്യമേ ഇല്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചോറ് സ്റ്റൗവിൽ ഗ്യാസിൽ വെക്കാറില്ല കേട്ടോ, അടുപ്പിൽ തന്നെ വെക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും അടുപ്പിൽ വെക്കുന്ന ചോറാണ് ഇഷ്ടം. പിന്നെ നല്ല ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി. ഇന്നിപ്പം എനിക്ക് അവധി ആയതുകൊണ്ട് ഞാനാണ് എല്ലാം കുക്ക് ചെയ്തത്. പിന്നെ നല്ല സൂപ്പർ കപ്പ വേവിച്ചു. എല്ലാ ഞായറാഴ്ചയിലും വീട്ടിൽ കപ്പയും ഇങ്ങനെ പോത്ത് കറിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെന്താണ്, ബീഫ് 2 സെക്ഷനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ കുറച്ച് വരണ്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കപ്പയ്ക്ക് ചാറ് വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് ചാറായിട്ടും കരുതിയിട്ടുണ്ട്. കാര്യം തൊമ്മിക്കും മമ്മിക്കും ഒക്കെ ഭയങ്കര ചാറ് വേണം. പക്ഷേ എനിക്ക് കുറച്ച് ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മോരിങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ദൈവന്മാർ നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. അമ്മ ഉണ്ടാക്കിയതൊക്കെ സൂപ്പറാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതിനെയും പിടിച്ച് തൊമ്മി മടിയിൽ വെച്ച് വാരി കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സൺഡേ ആയിരുന്നു. നല്ല ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഒരു 50 ദിവസം കഴിയാതെ നോൺ വെജ് ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു വലിയൊരു അനുതാപത്തിൻ്റെയും കുറച്ച് നല്ല ഡേയ്സ് ആണ്. 50 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വർജിച്ചിട്ട് അതൊരു ഭയങ്കര ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദൈവമായിട്ടൊരു വലിയ അടുത്ത ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ഒരു സംഭവമാണ് നോമ്പ്. അപ്പം ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ഇത്തവണ ഞങ്ങളെല്ലാവരും നോമ്പാണ് വീട്ടിൽ. എൻ്റെ തൊമ്മി സഹിതം നോമ്പാണ്. അപ്പം ഞങ്ങളതുകൊണ്ട് ഞായറാഴ്ച നല്ല ആസ്വദിച്ച് ബീഫൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 50 ഡേയ്സ് വെയിറ്റ് ചെയ്യണമല്ലോ. എനിവേ നല്ലൊരു സൺഡേ ആയിരുന്നു. കുക്കിങ്ങൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു സൺഡേ ആയിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്ന ഉടനെ അങ്ങ് കുക്കിംഗ് തുടങ്ങി. പിന്നെ ഇവന്മാരുമായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഒരു ഹാപ്പി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.